ഞാൻ എയറോഫിറ്റിൻ്റെ ഒരു പുതിയ മോഡൽ ട്രെഡ്മില്ല് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് AC മോഡൽ ട്രെഡ്മില്ലാണോ അതോ DC മോഡൽ ട്രെഡ്മില്ലാണോ എന്നൊക്കെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് BLDC മോട്ടറിൽ വരുന്ന ഒരു മോഡലാണ്. 2.5 HP മോട്ടർ കപ്പാസിറ്റി കണ്ടിന്യൂസ് വരുന്നതും 5 HP പീ കപ്പാസിറ്റി വരുന്ന ഒരു മോട്ടറാണ്. BLDC മോട്ടറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് എയറോഫിറ്റിൻ്റെ AF445 എന്ന് പറയുന്ന ഒരു മോഡലിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ട്രെഡ്മില്ല് വന്നിട്ട് ഓട്ടോ ഇൻക്ലൈൻ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ട്രെഡ്മില്ലാണ്. ഇത് ഫ്രണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉയർത്താൻ സാധിക്കും. 120 കിലോ ആണ് ഇതിൻ്റെ യൂസർ കപ്പാസിറ്റി വരുന്നത്. 2.5 HP BLDC മോട്ടറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. 5 HP പീ കപ്പാസിറ്റി വരുന്നത്. അതുപോലെ ഇതിൻ്റെ ബെൽറ്റിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 47.5 സെൻറ്റിമീറ്റർ ആണ് ബെൽറ്റിൻ്റെ വിഡ്ത്ത് വരുന്നത്. 137.5 സെൻറ്റിമീറ്റർ ആണ് ബെൽറ്റിൻ്റെ മൊത്തത്തിലുള്ള ലെങ്ത് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഹാൻഡിലിൽ വന്നിട്ട് കൺട്രോൾ കീസ് ഉണ്ട്. ഹാൻഡിൽ കൺട്രോൾ കീസിൽ ഇൻക്ലൈൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളതും അതുപോലെ തന്നെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ള സൗകര്യം ഇതിൻ്റെ ഹാൻഡിലിൽ തന്നെ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ സസ്പെൻഷൻ വന്നിട്ട് എയർ കുഷൻ എന്ന് പറയുന്ന പ്രീമിയം ക്വാളിറ്റി സസ്പെൻഷനാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ബെൽറ്റിൻ്റെ തിക്നെസ് വന്നിട്ട് 1.7 mm തിക്നെസ് വരുന്ന ബെൽറ്റാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. റണ്ണിങ് ഡെക്ക് വന്നിട്ട് 18 mm തിക്നെസ് ഉള്ള റണ്ണിങ് ഡെക്കാണ് ഈ മെഷീനിൽ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ മോണിറ്റർ വന്നിട്ട് LCD മോണിറ്ററാണ് ഈ മെഷീനിൽ വരുന്നത്. ടൈം, ഡിസ്റ്റൻസ്, കലോറി, സ്പീഡ് ആൻഡ് പൾസ് റേറ്റ്, അതുപോലെ ഇൻക്ലൈൻ ലെവല്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ മോണിറ്ററിൽ അറിയാൻ സാധിക്കും. ഈ നടക്കുക എന്ന് പറയുന്നത് കേവലം ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രമല്ല, അത് നല്ലൊരു മെൻ്റൽ ഫിറ്റ്നസ്സും കൂടിയാണ്. അതുകൊണ്ട് എന്നും നടക്കാൻ ശ്രമിക്കണം.